കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്, അതിന്റെ ചരിത്രവും അങ്ങനെ തന്നെ. ചില വ്യത്യസ്ത ആചാരങ്ങളും പാരമ്പര്യങ്ങളും നടക്കുന്നുണ്ട്, ഇത് ദേവിയുടെ ഒരു പ്രധാന ക്ഷേത്രമാക്കി മാറ്റുന്നു. ചേര സാമ്രാജ്യം ഒരുകാലത്ത് ഈ സ്ഥലം ഭരിച്ചിരുന്നു. ചരക്ക് ഗതാഗതത്തിനുള്ള പ്രധാന ചാനലായിരുന്നു ടി.എസ്. കനാൽ. ആളുകളുടെ ആതിഥ്യമര്യാദക്കും അവരുടെ സഹായ സ്വഭാവത്തിനും പേരുകേട്ട സ്ഥലമായിരുന്നു ഇത്. ദേവി ഒരു മുതലയെ വാഹനമാക്കിയാണ് ഇവിടെ എത്തിയതെന്ന് ചിലർ വിശ്വസിക്കുന്നു. ദേവിക്ക് 3 കണ്ണുകളും 12 കൈകളുമുണ്ട്. കാട്ടിൽ പടീറ്റ എന്ന കുടുംബമാണ് ദേവിയെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചത്. ഈ ആളുകളാണ് ആദ്യം വിളക്ക് കൊളുത്തിയത്, അതിനെ മലയിൽ എന്നാണ് വിളിച്ചിരുന്നത്. ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്നവർ ആദ്യം കെടാവിളക്കിനെ സമീപിക്കുകയും പിന്നീട് കൂടുതൽ ദൂരം പോകുകയും ചെയ്യുന്നു. ഈ സ്ഥലത്തിന് നിരവധി ഐതിഹ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, കവി കുമാരൻ ഇവിടെ സഞ്ചരിക്കാൻ ഈ ജലപാതകൾ ഉപയോഗിച്ചു, അത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സ്ഥലമായി മാറി. അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി ആരംഭിച്ച ലൈബ്രറി ഇപ്പോഴും നിലവിലുണ്ട്. 2004 സുനാമി ഉണ്ടായി എല്ലാം കഴുകിക്കളഞ്ഞു എന്ന് പറയപ്പെടുന്നു, പക്ഷേ അത് ക്ഷേത്രത്തെ കേടുകൂടാതെയിട്ടു. ഈ ക്ഷേത്രത്തിന് ഒരു കേടുപാടും സംഭവിച്ചില്ല. അതിനുശേഷം എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞു. ഭക്തർ മുൻപത്തേക്കാളും കൂടുതൽ ഇവിടെ വരാൻ തുടങ്ങി. മണികൾ കെട്ടുന്നത് ഈ സ്ഥലത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഒരിക്കൽ കൊടിമരത്തിൽ നിന്ന് ഒരു മണി വീണു, തുടർന്ന് പുരോഹിതൻ അത് അടുത്തുള്ള ആൽമരത്തിൽ കെട്ടി. താമസിയാതെ പുരോഹിതന്റെ ജീവിതത്തിൽ നിരവധി നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി, അത് പുരോഹിതൻ ശ്രദ്ധിച്ചു. അതിനുശേഷം കൂടുതൽ ആളുകൾ ഇവിടെയെത്തി അവരുടെ ആഗ്രഹപ്രകാരം മരത്തിൽ മണികൾ കെട്ടാൻ തുടങ്ങി. മണി കെട്ടിയതിനുശേഷം ഭക്തർ മരത്തിന് ചുറ്റും കൂടി നിൽക്കുന്നു. കാറ്റ് വീശുമ്പോൾ ഈ മണികൾ ഒരേപോലെ മുഴങ്ങുന്നു, ഇത് ദിവ്യമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇപ്പോൾ ഈ മരത്തിൽ നിന്ന് 4 ലക്ഷത്തിലധികം മണികൾ കെട്ടുന്നു. ആളുകൾക്ക് ഇഷ്ടമുള്ളത്ര മണികൾ കെട്ടാം, ഇതെല്ലാം വിശ്വാസത്തിന്റെ കാര്യമാണ്. ഈ മണികൾ ഒരിക്കലും അഴിച്ചുമാറ്റില്ല, കാലക്രമേണ അഴുകിയവ മാത്രമേ വീഴുകയുള്ളൂ, തുടർന്ന് അവ ശേഖരിച്ചു നശിപ്പിക്കും. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ മൺപാത്രത്തിൽ അരിയും ശർക്കരയും ചേർത്ത പൊങ്കാല എന്ന മധുരപലഹാരം സമർപ്പിക്കുന്നു. ദേവിക്ക് ദിവസവും പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുന്നു. ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭക്തർക്കിടയിൽ വിതരണം ചെയ്യുന്നു. പ്രശസ്തി വ്യാപിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിന്നുള്ളവരെ കൂടാതെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിൽ പൂജിച്ചാലുള്ള ഗുണങ്ങൾ. കേരളത്തിലെ പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ ഒരു രൂപമായ ഭദ്രകാളി ദേവി ശക്തിയുള്ളവളാണ്. കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രത്തിൽ 3 കണ്ണുകളും 12 കൈകളുമുള്ള ദേവിയെ ആളുകൾ ആരാധിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ദേവിയെ സൗമ്യയായ ഒരു അമ്മയെപ്പോലെയാണ് ഉപമിക്കുന്നത്, ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു. ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഭക്തർ ആൽമരത്തിന് ചുറ്റും മണികൾ തൂക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രം കാണുമ്പോൾ ആളുകൾക്ക് കുട്ടികളും നല്ല വിദ്യാഭ്യാസവും സമൃദ്ധിയും ലഭിക്കും. ഭക്തർ കെട്ടിയിരിക്കുന്ന ആൽമരത്തിലെ ആയിരക്കണക്കിന് മണികളുടെ ഈ കിളി ശബ്ദം സന്ദർശകർക്ക് ഒരു ദിവ്യാനുഭൂതി നൽകുന്നു. ക്ഷേത്രത്തിലെ പോസിറ്റീവ് എനർജി ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തരെ ഉത്തേജിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ ഓരോ ഹൃദയംഗമമായ പ്രാർത്ഥനയും ഈ ക്ഷേത്രത്തിലെ ദേവി നൽകും. ആകർഷകമായ അനുഭവത്തിനായി കേരളത്തിലെ ഒരു ക്ഷേത്രമാണിത്. കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിൽ എങ്ങനെ എത്തിച്ചേരാം? കൊല്ലം ജില്ലയിലെ ചവടക്ക് അടുത്തുള്ള പന്മനയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് 17 കിലോമീറ്ററും നീണ്ടകരയിൽ നിന്ന് 8 കിലോമീറ്ററും അകലെയാണിത്. അറബിക്കടലിനും തടാകത്തിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശങ്കരമംഗലം ജംഗ്ഷനിൽ നിന്ന് ജങ്കാർ ജെട്ടിയിൽ സഞ്ചരിച്ച് ഭക്തർക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം.